നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തെന്നലയുടെ ജനകീയ ഡോക്ടർ സഹീർ CP തെന്നല PHCയിൽ നിന്ന് പടിയിറങ്ങി. ഡോക്ടർക്ക് യാത്രയപ്പ് നൽകി. ആതുര സേവന രംഗത്ത് തെന്നലയുടെ ആശ്വാസ കേന്ദ്രമായ തെന്നല കുടുംബാരോഗ്യ കേന്ദ്രത്തിലൂടെ കോവിഡ് കാലത്തും മറ്റും രോഗികൾക്ക് ആശ്വാസമേകി സുസ്ഥിരമായ സേവനം കാഴ്ചവെച്ച FHC തെന്നല ഡോക്ടർ സഹീർ CPക്ക് പഞ്ചായത്ത് ഭരണസമിതിയും HMC ഭാരവാഹികളും മറ്റു രാഷ്ട്രീയ സംഘടനാ നേതാക്കളും യൂത്ത് ക്ലബ് ഭാരവാഹികളും ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു. തെന്നലക്കാരോട് രണ്ട് പരാതി എനിക്ക് പറയാനുള്ളത്. ഒന്ന്, രോഗം വന്ന് ചികിത്സിക്കാണ്ട് നല്ലത് വരാതിരിക്കണതാണ്. അത് ഏത് രീതിയിലായാലും ആശുപത്രിയാലും ചെയ്യാനും അകലം പാലിച്ചാലും എങ്ങനെയായാലും സ്വീകരിക്കാം. വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ വന്നത് ഇവിടെ തിങ്കളാഴ്ച ഫെബ്രുവരി 1-ാം തീയതി. അന്ന് മറ്റേ മരുന്നിലേക്ക് മറ്റ് ചാർജ് വാങ്ങി അന്നേ എനിക്ക് 25-ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് ഒരു സ്കൂളാവുമ്പോഴൊക്കെ പ്രശ്നങ്ങളായത് ഏകദേശം 3 മണിയായിരുന്നു പോയത്. ആ 3 മണിക്ക് നേരെ പോയി ഞാൻ വേഗത ഹെൽത്ത് സെൻ്ററിലാണ് കൊറോണൻ്റെ ആദ്യത്തെ വാക്സിൻ എടുക്കാൻ. അന്ന് തുടങ്ങി അപ്പോയിൻമെൻറ്റ് എല്ലാവരും കിട്ടില്ല. അന്ന് ആദ്യം കിട്ടിയതാണ്. അന്ന് ഭക്ഷണം കിട്ടാതെ 4 മണിയായി വീട്ടിലെത്തിയപ്പോഴാണ് അങ്ങനെ തുടങ്ങി എടുത്താണ് ഇവിടെ എത്തി ഇന്ന്. അപ്പോൾ കൊറോണ വാക്സിൻ എടുത്തതും അതുപോലെ നിൽക്കേണ്ട സമയത്തൊക്കെ നിൽക്കുന്ന മുമ്പായിരുന്നു അല്ലേ, വളരെ മുമ്പായിരുന്നു നിൽക്കുന്നതൊക്കെ. അതൊക്കെ തെന്നലക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ നിങ്ങളെ സ്നേഹം ഇത്രമാത്രം ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. നമ്മൾ സർവീസ് കേരള ഹെൽത്ത് സർവീസ് പറഞ്ഞാൽ നമ്മളെ ജോലിയുടെ സർവീസ് എന്ന രീതിയിലാണ്. ഞാൻ അപ്പോഴും പറഞ്ഞ തെരഞ്ഞെടുത്ത OPൻ്റെ പ്രശ്നം ഇവിടെ തീരില്ല. ഇവിടെ തീരണമെങ്കിൽ നമ്മുടെ ഈ സ്ഥലം ഇതിനെക്കാട്ടി എക്സ്ട്രാ വരണം. ഇതിനെക്കാട്ടി ഇരട്ടി സ്ഥലമാണ്. ഇതിലെ സ്റ്റാഫ് പറ്റിയെന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും 300 OP നോക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇരട്ടി സ്റ്റാഫുമാണ്. പക്ഷെ അത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലെ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നും കൂടി നന്ദി പറയാണ്. ആശുപത്രി സംവിധാനങ്ങളിൽ പോരായ്മകൾ ഉണ്ടാകുമ്പോൾ രോഗികൾക്കൊപ്പം നിന്നുകൊണ്ട് പൊതുജനത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ മാറ്റത്തിനായി വാദിച്ച വിപ്ലവകാരി കൂടിയായിരുന്നു അദ്ദേഹമെന്ന് യാത്രയപ്പ് യോഗം പ്രസ്താവിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ പെരിങ്ങോടത്തിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെലീന കരുമ്പിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യനുണ്ടാകുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. ആ ഒരു ക്ഷമയോടെ തന്നെ ഡോക്ടർ ആ രോഗികളെയൊക്കെ നോക്കി ഒരു പരാതി ഇല്ലാതെ ഡോക്ടർ നമ്മള് അവസാനം നിവർത്തികേട് കൊണ്ട് മാത്രമാണ് ഡോക്ടർ കഴിയുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞത്. അതുവരെ ഡോക്ടർ പറഞ്ഞിട്ടില്ല. കാരണം ഡോക്ടറെ കൊണ്ട് അത്രയും കഴിയുന്നില്ല. പിന്നെ നമ്മുടെ ജനങ്ങളിൽ തന്നെ വരുന്നവർ ചിലർ സഹകരിക്കാത്തൊരു പ്രശ്നം വന്നപ്പോഴാണ് ഇനിയും ഇതുപോലെ ഇത്രയും രോഗികളെ നോക്കാൻ എനിക്ക് എന്നാലും ഡോക്ടർ ആ 200-250 രോഗികളെ വരെ ചിലപ്പോഴും കഷ്ടപ്പെട്ട് വിളിച്ചു പറയും ഇത്രയും രോഗികളുണ്ടെന്ന് ചെയ്യാം. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിക്കും, ഡോക്ടറെ ആയിക്കോട്ടെ നിൽക്കുന്നവരെ നമുക്ക് നോക്കിയിട്ട് വിടാം, അവർക്കൂടെ ടോക്കൺ കൊടുക്കുമെന്ന് പറയുക ചെയ്യുന്നത്. കാരണം അത്ര നല്ല രീതിയിൽ ഒരു PHCയുടെ ഒരു പ്രശ്നങ്ങളില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു ചെറിയൊരു അനക്കം മതി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഇതുവരെ നിലനിർത്തി പോന്നിരുന്നത് സേർ ഡോക്ടർ ആ ഒരു സഹകരണവും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടാണ്. ഡോക്ടർമാർ അങ്ങനെ ചെയ്യില്ല. കാരണം അവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ രീതിയിൽ അവരുടെ കാര്യങ്ങളുമായി പോവുകയുള്ളൂ. പക്ഷെ സേർ ഡോക്ടർ അങ്ങനെ അല്ലായിരുന്നു. കോവിഡിന്റെ സമയത്തൊക്കെ വീട്ടില് പോയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എല്ലാ സ്ഥലങ്ങളിലും ഏത് ഊര് വഴികളിലായാലും പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായാലും കുറ്റം കൂടുന്നതിനെതിരെ ഇതായാലും എല്ലാം ഡോക്ടർ ആ ഒരു സമയത്ത് ഡോക്ടറുടെ സേവനം എത്ര പറഞ്ഞാലും തീരാത്ത, നമുക്ക് പറഞ്ഞ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, സേർ ഡോക്ടർ അല്ല കോവിഡിന്റെ സമയത്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് കൂട്ടിയിട്ട് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് PHC എത്തിച്ചേരുമായിരുന്നു. കാരണം ആ നിലയിലായിരുന്നു അന്ന് ഡോക്ടർ സേവനം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നമുക്കറിയാം പഞ്ചായത്തിന്റെ ഈവനിങ് OP ഡോക്ടർ ആദ്യം 7 ഡോക്ടർമാരെ. വാർഡ് മെമ്പർ ബാബു നന്നാർക്കോട്ട് സ്വാഗതവും മറ്റു മെമ്പർമാരായിട്ടുള്ള അഫ്സൽ PP, മജീദ് കോറോണത്ത്, സലീം മച്ചിങ്ങൽ, ബഷീർ രണ്ടത്താണി, റൈഹാനത്ത, മറിയാമു, സാജിദ, ബുഷ്ര, അക്ബർ, മറിയാമു MP, ഷെരീഫ് വടക്കയിൽ, സലാഹു PT, ഗഫൂർ കുറ്റിപ്പാല, അഷ്റഫ് കള്ളിയത്ത്, മനോജ്, മൊയ്തീൻ MP, നിസാമു ചാത്തേരി, സൽമാൻ PK, ദാസൻ, സമീർ KT, ഷാജഹാൻ, അൻസാർ, അജ്മൽ, നിസർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.